പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീകരതിജങ്കരുണാസമുദ്രൻ രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം പ്രതിഭാവയാമി. പ്രിയരെ, സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായി കൊണ്ടുള്ള ചാനലായ നാദശ്രീ യൂട്യൂബിൽ കണ്ട് ബെൽ ബട്ടൺ അമർത്തുകയും ലൈക്ക് ബട്ടൺ അമർത്തുകയും ചെയ്ത് സഹകരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, പഞ്ചമസ്കന്ധത്തിൽ ഭൂഗോള വർണ്ണനയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 6 ദ്വീപുകളും അതിൽ പഞ്ചഭൂതങ്ങളായിട്ട് അഗ്നിയായിട്ടും വെള്ളമായിട്ടും ഭൂമിയായിട്ടൊക്കെ സൂര്യനായിട്ടും ചന്ദ്രനായിട്ടൊക്കെ ഭഗവാനെ ഭജിക്കുന്നു. അതാത് സ്ഥലങ്ങളിലുള്ളവർ ഏത് രീതിയിൽ ഭഗവാനെ കണ്ടാലും അതെല്ലാം ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗമാണെന്നും പൊതുവേ ഭഗവാന് രൂപമില്ല, ഏത് രീതിയിൽ ഉപാസകൻ കാണുമോ ആ അനുഭവം ഉണ്ടാവും. ഗീതയിലും അത് പറഞ്ഞിട്ടുണ്ട്, യം ഏത് രീതിയിൽ യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി. എന്നെ ഏതൊരു രീതിയിൽ ശ്രദ്ധയോട് കൂടിയിട്ട് പൂജിക്കാൻ ആരാരിഷ്ടപ്പെടുന്നുവോ എങ്ങനെയൊക്കെ ആയാലും അവരൊക്കെ എന്നെ പ്രാപിക്കുന്നു. അർജുന, ഒരാളുടെ മാത്രമാണ് ശരി എന്ന് വാദിക്കാൻ നിൽക്കണ്ട. അതിൻ്റെ തത്വമാണ് ശരിക്കും ഈ വിഷയങ്ങളിൽ കൂടിയിട്ട് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മാത്രമേ ശരിയുള്ളൂ എന്ന് കാണണ്ട. ഏതൊരു ഈശ്വരനൊന്നേ ഉള്ളൂ, അത് കാണുന്ന വിധത്തിനനുസരിച്ചുള്ള അനുഭവം ഉണ്ടാവും. ഒരു വസ്തുവിനെ പച്ച ചില്ല് കൂടെ നോക്കിയാൽ പച്ചയാവും. അതേ വസ്തുവിനല്ലേ ചുവപ്പ് ചില്ല് കൂടെ നോക്കുമ്പോൾ ചുവപ്പാവണത്. അതേ വസ്തുവിനല്ലേ ഓറഞ്ച് ചില്ലോ ചുവന്ന ചില്ല് കൂടെ നോക്കുമ്പോൾ ചുവപ്പാവണത്. വാസ്തവത്തിൽ വസ്തു വെളുപ്പാണ്, അതിന് നിറമില്ല. അതേപോലെ ദേവിയായിട്ട് കാണുന്നവർക്ക് ദേവീ ഫലം കിട്ടും, ശിവനായിട്ട് ഉപാസിക്കുന്നവർക്ക് ശിവൻ്റെ ഫലം കിട്ടും, വിഷ്ണുവായിട്ട് കാണുന്നവർക്ക് വിഷ്ണുവിൻ്റെ ഫലം കിട്ടും. ശക്തി ഒന്നേ ഉള്ളൂ, അതിന് നാമമോ രൂപമോ ഇല്ല. ഈ സത്യം മനസ്സിലാക്കാനാണ് ഇതൊക്കെയും പറയുന്നത്. ആ സത്യം പറയാതെ നമ്മൾ കഥ പറയണത് മാത്രം അങ്ങനെ പറയല്ല, എല്ലാം ശരിയാണ്. ഒറ്റ ശക്തിയുള്ളൂ, അതിനെ ഓരോരുത്തർക്കും അനുഗുണം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാണാം. അതുകൊണ്ട് വളരെയേറെ ഉപാസനാ മാർഗങ്ങൾ ഇവിടെ പറഞ്ഞത്. നമുക്കൊരെണ്ണം തിരഞ്ഞെടുക്കുക, അതിലുറച്ച് നിൽക്കുക, പിന്നെ മാറിക്കളി പാടില്ല. അതാണോ ശരി, ഇതാണോ ശരി, ഇത് മാറിക്കളി, അത് അപകടമാണ്. അതിനുശേഷം ആദിത്യൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു 2 അധ്യായം 21ഉം 22ഉം പറഞ്ഞിരിക്കണം. അപ്പം അതെന്തിനാണെന്ന് ചോദിച്ചാൽ, സൂര്യോപാസന, സൂര്യ നമസ്കാരം ഇതെല്ലാം അന്ധവിശ്വാസമാണെന്നും പ്രപഞ്ചത്തിലത്തെ ഒരു ഗോളം മാത്രമല്ലേ സൂര്യൻ ഗ്രഹം, അതിനെന്താ പത്ര നമസ്കരിക്കാനുള്ളത് എന്നുള്ള ചോദ്യത്തിന് കുറച്ച് ചില ഉത്തരങ്ങൾ ആ അധ്യായങ്ങളിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല, അതിന് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാരണം പ്രപഞ്ചത്തിലത്തെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രഭ, ഉഷ്ണം, വെളിച്ചം, ചൂട് ഇത് നൽകുന്നത് സൂര്യനാണ്. ഒരു കണക്കിന് ഈ ചൂട്, തണുപ്പ്, ഈ 2 കാര്യത്തിലും രണ്ടും എക്സ്ട്രീമായ ബുദ്ധിമുട്ടാണെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ട് തണുപ്പാണ് എന്നാണ് പറയുന്നത്. കൂടുതൽ ബുദ്ധിമുട്ട് തണുപ്പാണ്. ചൂടധികമായ നമുക്ക് പ്രായോഗിക ബുദ്ധിമുട്ടേ ഉള്ളൂ. അതിന് അനന്തര ഫലങ്ങൾ ദോഷമായിട്ട് ഒരുപാടില്ല എന്നാണ് പറയുന്നത് ചൂടുകൊണ്ട്. പക്ഷേ തണുപ്പ് അങ്ങനെയല്ല. എല്ലാവിധ വൈറസുകളും എല്ലാവിധ രോഗങ്ങളും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയും കൂടി വരും. നല്ല തണുപ്പാണെങ്കിൽ. ചൂടാണെങ്കിൽ അത് വരാറില്ല. ചൂട് കൂടിയാലും നമ്മൾ പണിയെടുക്കണു, എണീറ്റ് നടക്കണു, പുറത്തേക്ക് പോകണു. നല്ല തണുപ്പുണ്ടെങ്കിൽ എണീക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണ പോലെയല്ല. എഴുന്നേൽക്കാൻ അടക്കം പറ്റാത്ത തണുപ്പുണ്ട് ഈ ലോകത്തിൽ, ഇല്ലേ? അപ്പോൾ ചൂട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ലോകത്തിന് നല്ലതും. രോഗാണുക്കൾ നശിക്കാനും ചൂട്, വെളിച്ചം മുതലായിട്ടതൊക്കെ തരുന്ന ആ സൂര്യനെ ഈശ്വരനായിട്ട് കണ്ടാൽ അതിശയിക്കേണ്ടതില്ല. അത് അന്ധവിശ്വാസമല്ല. അതാണ് 20 മിനിറ്റെങ്കിലും ഗായത്രി 108 ചൊല്ലിയാൽ സൂര്യൻ അഭിമുഖമായിട്ട് നിന്ന് നമ്മൾ പ്രകാശം ശരീരത്തിലേറ്റാൽ ഒരാൾക്ക് ഒരു ദിവസം വേണ്ട വിറ്റാമിൻ ഡി കിട്ടും എന്നാണ്. എവിടെ എത്തി കണ്ടുപിടുത്തമെന്ന് ആലോചിച്ചു. വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ഏക മാർഗം കൂട്ടരെ, പ്രിയരെ, സൂര്യനാണ്. നല്ലൊരു പച്ചക്കറിയോ നല്ലൊരു വിഭവമോ ഉള്ളത് ഉണ്ടാവാം, പക്ഷേ ഫലവത്തല്ല. ഇത്ര ഫലവത്തുമല്ല, ഇത്ര എളുപ്പമല്ല. പോയി അവിടെ കേട് വെയിൽ കൊള്ളാനേ ചിലവുണ്ടോ അധ്വാനമുണ്ടോ ഒന്നുമില്ല. അത്രയും നമുക്ക് വിറ്റാമിൻ ഡി കിട്ടാനുണ്ടോ, നല്ലൊരു ഭക്ഷണം വേറെ ഇല്ല എന്നടക്കം. അപ്പോൾ എ സിയുടെ ഉള്ളിൽ സൂര്യപ്രകാശം ഇല്ലാതെ വീട്ടിനകത്ത് സ്ഥിരമായിട്ട് കഴിച്ചു കൂട്ടിയാൽ
ഉറപ്പാണ് നാളെ ഇടുപ്പ് വേദന, എല്ലുവേദന, കാലുവേദന, കൈവേദന, എന്നിട്ട് പൈസയും ചിലവാക്കി മരുന്നും കഴിക്കും. അപ്പോൾ വാസ്തവത്തിൽ ഇതുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഡിയുടെ കുറവുകൊണ്ടാണ് എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നത്. ഇത് ഫിസിയോളജിയാണ്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ അല്ലേ പണ്ടൊക്കെ നോക്കൂ, എത്ര പ്രായമുള്ളവരും മുങ്ങി കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് ചായയും കൂടിയും കുടിക്കുള്ളൂ. ചായയൊന്നും അവർക്ക് വേണ്ടന്നെ. ഇങ്ങനെ ആരോഗ്യത്തോട് കൂടിയിട്ട് പണിയെടുക്കാൻ സാധിക്കുന്നത് കുറച്ച് വെയിൽ അവർ കൊള്ളും, കുറച്ച് വെയിൽ അവർ കൊള്ളുക. അതുകൊണ്ടാണ് അല്ലേ വെയിൽ കൊള്ളണം എന്നാണ് പറയുക. കുറച്ചെങ്കിലും വെയിൽ കൊള്ളുക, കുട്ടികളെ വെയിൽ കൊണ്ട് ശീലിപ്പിക്കാതെ ആ സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കണം. 20 മിനിറ്റെങ്കിലും ഒരാൾക്ക് വേണം എന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് ആ സൂര്യനെ നമസ്കരിക്കുക, സൂര്യ നമസ്കാരം, സൂര്യ ഗായത്രി ചെല്ലൽ, ഇതൊന്നും അന്ധവിശ്വാസമല്ല. ഒരുപാട് പ്രായോഗികമായിട്ടുള്ള ഫലങ്ങൾ അതുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഇത് ഹൈന്ദവം എന്ന് പറയുന്ന മതവിശ്വാസത്തിൽ ഒതുങ്ങുന്നതും അല്ല. മുസ്ലിങ്ങളുടെ വീട്ടിൽ സൂര്യൻ എത്തിച്ചേരാറില്ലേ? ക്രിസ്ത്യൻസ് സൂര്യപ്രകാശം അനുഭവിക്കാറില്ലേ? ഹിന്ദുവാണ് സൂര്യൻ, ഞങ്ങളുടെ വീട്ടിലേക്ക് സൂര്യ പ്രവേശനമില്ല എന്ന് ക്രിസ്ത്യൻ പറയുമോ? ഒരു പാർസി പറയുമോ? ഒരു ജൈനമതക്കാരൻ പറയുമോ? ഒരു മതത്തിനും സൂര്യൻ എതിരല്ല. സൂര്യൻ്റെ സഹായം ഇല്ലാണ്ട് അതിന് മതവിശ്വാസമൊന്നുമില്ല. ഉണ്ടോ? അത് സൂര്യ നമസ്കാരം ഇപ്പോൾ ക്രിസ്ത്യൻസ് ചെയ്താൽ എന്താ കുഴപ്പം? സൂര്യ നമസ്കാരം മുസ്ലിംസ് ചെയ്താൽ എന്താ കുഴപ്പം? യോഗയിൽ ഇപ്പോൾ അതൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ആ പറഞ്ഞത് സത്യമുണ്ട്. ആദ്യം എതിർത്തിരുന്നു. ഇപ്പോൾ എല്ലാ കുട്ടികളും മുസ്ലിങ്ങളൊക്കെ യോഗ പഠിക്കുകയാണ് സ്കൂളിൽ. സൂര്യ നമസ്കാരം അതിലൊരു പ്രധാന ഇനമായിട്ട് വരുന്നു. വെയിൽ കൊള്ളണം, അകത്ത് നിന്നിട്ടല്ല സൂര്യ നമസ്കാരം ചെയ്യുക. അപ്പോൾ പ്രഭ, ഉഷ്ണം മുതലായിട്ടത് നൽകി അനവധി രോഗാണുക്കളെ നശിപ്പിച്ച് എത്ര നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ് ഭഗവാൻ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അറിയോ? ഗുളിക കഴിക്കേണ്ട, വ്യായാമം ചെയ്യേണ്ട, ഭക്ഷണം പ്രത്യേകിച്ച് പഥ്യം വേണ്ട, ഒന്നും വേണ്ട, അതവിടെ നടന്നോളും. മഴക്കാലമായാലോ എത്ര രോഗകൂട മിഥുനമാസം കർക്കിടക മാസമായി കഴിഞ്ഞാൽ ആസ്പത്രിയിൽ ബെഡൊക്കെ ഫുള്ളായി. ഉണ്ടോ? അപ്പോൾ മഴയത്തും സൂര്യപ്രകാശം പുറത്ത് കാണാത്തപ്പോഴുമാണ് രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ സൂര്യനെ ഇവിടെ വർണ്ണിക്കണു. പ്രഭാതമായ നമ്മൾ എന്താ പറയുക, ആവൂ നേരം വെളിച്ചായി. രാത്രിയായി അയ്യോ നേരം ഇരുട്ടായി. എന്തിനാ ഇരുട്ടാവണതിൻ്റെ മുമ്പിൽ അയ്യോ പദം? അയ്യോ എന്ന് പറഞ്ഞാൽ രാത്രി സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമല്ല. കള്ളന്മാർക്കൊക്കെ സൗകര്യമുള്ള സമയമാണ്. വെളിച്ചമില്ലാതെ നമുക്ക് നടക്കാൻ പറ്റില്ല, നേരെ ചൊവ്വേ എല്ലാ ദിക്കിലേക്കും കാണില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് രാത്രി. പകലിതൊന്നുമില്ല, സുഖമായി ആവൂ നേരം വെളിച്ചായി. അപ്പോൾ എല്ലാവർക്കും മനസ്സിന് ആഹ്ലാദത്തെ കൊടുക്കുന്നു, ആശ്വാസത്തെ കൊടുക്കുന്നു, സമാധാനത്തെ കൊടുക്കുന്നു, പ്രകാശം ചൊരിയുന്നു. പ്രകാശം തന്നെയാണ് ഇരുട്ടിനേക്കാളും എപ്പോഴും നല്ലത്, അതിൽ സംശയമൊന്നുമില്ല. വെളിച്ചം ദുഃഖമാണുണ്ണി എന്നൊക്കെ നമ്മൾ തമാശയായിട്ടാണ് പറയുന്നത്. വെളിച്ചം തന്നെയാണ് സന്തോഷം. തമസ്സല്ല സുഖപ്രദം. തമസ് വലിയ സുഖപ്രദമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആനന്ദത്തെയും ആശ്വാസത്തെയും പ്രകാശത്തെയും കൊടുക്കുന്ന സൂര്യൻ അതിനെ ഒരു വിഷയമാക്കണം എന്ന് ഭാഗവതകാരൻ നിശ്ചയിച്ചത്. ഭാഗവതം കുറേ ഭക്തി മാത്രമല്ല, പ്രായോഗിക ശാസ്ത്രവുമാണ്, സയൻസുമാണ്. ഭൂഗോള വർണ്ണന, ജിയോഗ്രഫി ഇതിനകത്തുണ്ട്, പ്രകൃതിശാസ്ത്രം ഇതിനകത്തുണ്ട്. ഇത് നമ്മളെ ബോധിപ്പിക്കാൻ അതും കൂടി അടക്കം ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ വെറുതെ പഴങ്കഥകളാണ് അല്ല, അത് ബോധ്യപ്പെടുത്തണം. അങ്ങനെയുള്ളവരെയും ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഭാഗവതകാരൻ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ സൂര്യൻ്റെ സഞ്ചാരത്തിന് 2 പഥമുണ്ട്. ഒന്ന് ദക്ഷിണായനം, ഒന്ന് ഉത്തരായണം. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. തെക്കോട്ട് സഞ്ചരിക്കുന്ന 6 മാസം ദക്ഷിണായനവും വടക്കോട്ട് സഞ്ചരിക്കുന്ന 6 മാസം, 6 മാസമാണ് കേട്ടോ, 6 മാസം ഉത്തരായണവും ആണ്. അതിലത്തെ ഉത്തരായണ കാലം പൊതുവേ നല്ലതാണ് എന്ന് പറയുന്നു. ദക്ഷിണായണ കാലം ലേശം ഒന്ന് പിന്നാക്കാണ്, അധമം എന്ന് പറയുന്നു. അധമം എന്ന് പറയാനൊന്നുമില്ല, പ്രകാശത്തിൻ്റെ ആ ഒരു സംഗതി മാത്രം കണക്കാക്കിയിട്ടാണ് ഇത് പറയണത്. എന്താ വെച്ചാൽ പ്രഭാതത്തിൽ നേരത്തെ വെളിച്ചാവും ഉത്തരായണത്തിൽ. എപ്പോഴൊക്കെ അങ്ങനത്തെ കാലമാണ് ഇല്ലേ? 6 മണി 5:45 ആകുമ്പോഴേക്ക് നേരം വെളിച്ചായി. ഒരു 7 മണി വരെ വൈകുന്നേരം വെളിച്ചമുണ്ടാവും, എന്നിട്ടേ ഇട്ടാവുള്ളൂ. ഇതാണ് ഉത്തരായണം. ഇപ്പോൾ ഉത്തരായണം വടക്ക് ഭാഗത്തായിരിക്കും സൂര്യൻ, നേരെ കിഴക്കല്ല. കിഴക്കാണ് നമ്മൾ പറയണമെന്നേ ഉള്ളൂ. നടുക്കുന്ന് 6 മാസം വടക്കോട്ട് സഞ്ചരിക്കും, അവിടുന്ന് ഒരു 6 മാസം തെക്കോട്ടും സഞ്ചരിക്കും. ഇതാണ് ദക്ഷിണായനം, ഉത്തരായണം. അപ്പോൾ ആ ഉത്തരായണത്തിൽ ഇരുട്ടാണ് കൂടുക. 6:45 പ്രഭാതത്തിൽ വെളിച്ചാവാൻ ആ കാലത്ത്, ഡിസംബർ നവംബർ കാലത്ത് 6 മണിയായി ഇരുട്ടാവുന്നതാണ് വൈകുന്നേരം. വാങ്കൊക്കെ വിളിക്കുന്നത് കേട്ടാൽ
അവർ സമ്മതിക്കണം കേട്ടോ. അവർ 6:10 വാങ്ങി വിളിക്കും വൈകുന്നേരം. ഇപ്പോഴോ 6:40, 45 മിനിറ്റ് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ദക്ഷിണായനം പൊതുവേ രാത്രി കൂടും. അതാണ് തുലാദോ രാവേറിയിടും എന്ന് പറഞ്ഞത്. പകലെന്നത്ര കുറഞ്ഞു പോവും. മേഷാദോ വിഷു കഴിഞ്ഞാൽ മേഷം പകലേറിയിടും, രാവെന്നത്ര കുറഞ്ഞു പോവും. കൃത്യം 12 മണിക്കൂറായിട്ട് 2 ദിവസമേ ഉള്ളൂ. മാർച്ച് 22 തെറ്റമ്പരത്തിനൊക്കെ പറയുകയല്ലേ. നമ്മൾ പറയുന്ന വിഷുവിനാണ് ശരിക്കും അങ്ങനെ വരുന്നത്. വൈഷുവതം ഈ കാലഘട്ടത്തിൽ 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രി, ഏകദേശം ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ആയിരിക്കും. ഇതിലാണ് വൈഷുവതം എന്ന് പറയുക. ഉത്തരായണവും ദക്ഷിണായനവും അല്ലാണ്ട് വൈഷുവതം, വൈഷുവത കാലഘട്ടത്തിൽ ഇത് രണ്ടും തുല്യമാണ്. അപ്പം അതുകൊണ്ട് ഈ സൂര്യൻ്റെ ഗതി ഉത്തരായണം ദക്ഷിണായനം. ഈ ഉത്തരായണത്തിൽ മരിച്ച മോക്ഷവും ദക്ഷിണായനത്തിൽ മരിച്ച ജന്മവും ബന്ധവും ഉണ്ടാവും എന്ന് പറയും. അത് മാത്രമൊന്നുമല്ല കേട്ടോ കാര്യം. അപ്പോൾ 6 മാസത്തിൽ മരിച്ചവർക്കൊക്കെ മോക്ഷവും 6 മാസത്തിൽ മരിച്ചവർക്കൊക്കെ ജന്മബന്ധങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? അങ്ങനെ പറഞ്ഞുകൂടാ. കാലഗണനെ എടുക്കുമ്പോൾ അതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. കാലത്തിനെ പറയുമ്പോൾ ഉത്തരായണാണത്. കാലം മാത്രമല്ല ഒരാൾ മോക്ഷം കിട്ടാൻ നിശ്ചയിക്കണത് ആണോ? ഇത് ദുഷ്ടപ്രവൃത്തിയും ചെയ്തിട്ട് ഞാൻ 6 മാസത്തിൻ്റെ ഇടയിൽ മരിക്കുകയാണ് ഉത്തരായണത്തിന് പറഞ്ഞാൽ സംശയമൊന്നും വേണ്ട, ഗതിയിട്ടില്ല. പ്രവൃത്തിയും കൂടി നന്നാവണം. മറ്റ് ഘടകങ്ങൾ കുറേ ചേർന്നിട്ടുണ്ട് മോക്ഷത്തിന്. അതിലൊരു കാര്യമാണ് കാലം. അത് പറയുകയാണെന്ന് വെച്ചാൽ ഉത്തരായണമാണ് എന്ന് പറയാമെന്നല്ലാണ്ട് അതുകൊണ്ട് മുഴുവനായില്ല. അതുതന്നെ പ്രതീകാത്മകമാണെന്നാണ്. എന്തായാലും ഇവിടെ കാലത്തിനെ കുറിച്ചാണ് പറയണത്. അപ്പോൾ ഏതായാലും ഉത്തരായണ ദക്ഷിണായന മാർഗങ്ങളെക്കുറിച്ച് ഈ സൂര്യൻ്റെ ചുറ്റും ഭൂമി തിരിയുന്നതിനെ 365 ദിവസം എടുക്കുന്നത് കൊണ്ടാണ് 365 ദിവസം ഒരു സംവത്സരം എന്ന് പറയണത്. ഇതിനെ കൂടാതെ പരിവത്സരം, മിടാവത്സരം, മനുവത്സരം മുതലായ വിവിധ വർഷങ്ങളുണ്ട്. വ്യാഴം സൂര്യനെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കാൻ ഇതിൻ്റെ 12 ഇരട്ടി എടുക്കും. 12 വർഷം. അതിനെയാണ് വ്യാഴവർഷം എന്ന് പറയുക. ഈ വ്യാഴവർഷമാണ് പറഞ്ഞ് എന്തായത് വ്യാഴവട്ടം ആയത് എന്നാണ്. പ്രിയരെ ബോറടിക്കുന്നുണ്ടോ? നിശ്ചയില്ല. ജിയോഗ്രഫി പഠിക്കാൻ താല്പര്യമില്ല. ഭാഗവതം കേൾക്കാൻ വന്നിട്ട് ഇങ്ങനത്തെയൊക്കെ കേൾക്കാനാണോ എന്ന് വിചാരിക്കേണ്ട. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പറയണത്. മാത്രമല്ല സംവത്സരം, അനുവത്സരം മുതലായ വിവിധ വർഷങ്ങൾ ഉണ്ട്. 365 കൊല്ലം കൂടുന്ന വർഷങ്ങൾ മാത്രമല്ല ഉള്ളൂ. നമ്മുടെ ഒരു കൊല്ലം പിതൃക്കൾക്കും ദേവന്മാർക്കും ഒരു ദിവസമാണ്. ഇത് കാലഗണനയെ പറ്റി പറയുമ്പോൾ മുമ്പൊരിക്കൽ പറഞ്ഞു അല്ലേ. നമ്മുടെ ഒരു വർഷം ദേവന്മാർക്കും പിതൃക്കൾക്കും ഒരു ദിവസമാണ്. അതാണ് ഒരു വർഷത്തിൽ ശ്രാദ്ധം കൂട്ടുമ്പോൾ പിതൃക്കൾക്ക് ഒരു ദിവസത്തെ ആഹാരമാണ് കിട്ടണത്. അപ്പോൾ ഒരു ദിവസം കൂട്ടിയില്ലെങ്കിലോ ഒരു വർഷം ഒരു ദിവസം പട്ടിണിക്ക് ഇട്ടു. നമ്മളെ ഒരു ദിവസം പട്ടിണിക്ക് ഇട്ടാൽ എത്ര പാപമുണ്ടോ അതേപോലെയാവും. അതുകൊണ്ടാണ് ശ്രാദ്ധം കൂട്ടണം എന്ന് പറയാനുള്ള കാരണം. അപ്പം ഇതൊക്കെയാണ് ഈ സൂര്യൻ ഋതുക്കൾ ഉണ്ടാക്കുന്നത്. 1/6 വർഷമാണ് ഒരു ഋതു, 2 മാസം. അതായത് നമ്മൾ പറയാറുണ്ട് ശരത്ത്, ഹേമന്തം, ഗ്രീഷ്മം മുതലായിട്ടുള്ള 6 ഋതുക്കൾ ഉണ്ടാക്കി തീർക്കുന്നതിന് അടിസ്ഥാനം ഈ സൂര്യനാണ്. ഋതുകർത്ത എന്നൊരു പേര് ഈ സൂര്യന് അത് കാരണം ഉണ്ട്. ശരത്ത്, ഗ്രീഷ്മം, വർഷം, ഹേമന്തം മുതലായിട്ടുള്ള 6 ഋതുക്കളുടെ അടിസ്ഥാനവും ആണ്. ആ സൂര്യനെ ഗായത്രി കൊണ്ട് ഉപാസിക്കുന്നതിനും സൂര്യനെ ഭരിക്കുന്നതിൽ ആദിത്യ ഹൃദയം പറയുന്നുണ്ട് രാമായണത്തിൽ. അത് സംസ്കൃതത്തിലത്തെ ആദിത്യ ഹൃദയം ഉണ്ട്, വാൽമീകി രാമായണത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ലൊരു മന്ത്രമാണ്. തേജസ് വർദ്ധിക്കാനും ഇഷ്ടകാര്യസിദ്ധി ഉണ്ടാവാനും രോഗം ഇല്ലാണ്ടിരിക്കാനും ബുദ്ധിശക്തി എന്നും കൂർമ്മതയോടെ നിൽക്കാനും ഒക്കെ ഈ ആദിത്യ ഹൃദയം മന്ത്രം വളരെയേറെ ഫലപ്രദമാണ് എന്ന് അറിവുള്ളവർ പറയുന്നു. അതേപോലെ അടുത്തൊരു അധ്യായത്തിൽ ചന്ദ്രൻ്റെ ഗതി, ചന്ദ്രചാരം എന്ന് പറയും. സൂര്യചാരം സൂര്യൻ്റെ സഞ്ചാരം, ചന്ദ്രചാരം ചന്ദ്രൻ്റെ സഞ്ചാരം. ഇതിനും ഇതേപോലെ 2 അവസ്ഥയുണ്ട്. ഒന്ന് വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും. ഈ സുഭാഷിതക്കാർ പറയുന്നത് നല്ലതും ചീത്ത എല്ലാവർക്കും ഉണ്ടെന്ന് കാണിക്കാൻ ഉദാഹരണമായിട്ട് എടുക്കും ഇത് ചിലപ്പോൾ. അപ്പോൾ ഏതായാലും വെളുത്ത പക്ഷം ആവുന്ന വരേക്കുള്ള കാലത്തിനെയാണ് നമ്മൾ വെളുത്ത പക്ഷം. പൂർണ്ണചന്ദ്രൻ കാണുന്ന വരെ കറുത്ത വാവ് മുതൽ വെളുത്ത പക്ഷമാണ്. വെളുത്ത പക്ഷം കഴിഞ്ഞാൽ പിന്നെ കറുത്ത പക്ഷമായി കുറഞ്ഞ് ചന്ദ്രബലം കുറയും. പൂർണ്ണമായിട്ടുള്ള വാവ് കറുത്ത ദിവസം ഒറ്റ ലേശം കാണില്ല. ഇത് കൃഷ്ണപക്ഷം എന്ന് പറയും. അത് പിതൃപൂജയ്ക്ക് പ്രധാനമാണ്.
അപ്പോൾ കറുത്ത വാവ്, കർക്കിടക വാവൊക്കെ കറുത്ത വാവ്, കറുത്ത പക്ഷമാണ് പിതൃപൂജയ്ക്ക് നല്ലത്. ശുക്ലപക്ഷം അല്ലെങ്കിൽ വെളുത്ത പക്ഷമാണ് ദേവപൂജയ്ക്ക് നല്ലത്. അന്നമയൻ, അമൃതമയൻ, സർവമയൻ മുതലായിട്ടുള്ള പേരൊക്കെ ഈ ചന്ദ്രന് ഉണ്ട്. ചന്ദ്രൻ്റെ നിലാവത്ത് വെച്ചിട്ടാണ് അത്രേ ചില ഗുളികകൾ വൈദ്യന്മാർ ഉണക്കുക, വെയിലത്ത് വെച്ചിട്ടല്ല എന്നാണ്. അപ്പോൾ ഇതിന് ഔഷധ ഗുണം വളരെ കൂടും. അതുകൊണ്ട് ചന്ദ്രായ നമ എന്ന് വൈദ്യന്മാർ ചെല്ലണ് കാണാം. ഞാൻ കേട്ടിട്ടുണ്ട്, വൈദ്യന്മാർ ചന്ദ്രൻ അവരുടെ ഉപാസന എടുക്കുന്ന ഒരു സംഗതിയാണ്. ഇതുകൂടാതെ 28 നക്ഷത്രങ്ങളും ഉണ്ട്. ഇതിന് മൊത്തത്തിൽ വാല് ചുരുട്ടി കിടക്കണ ഒരു മുതലയുടെ ആകൃതിയാണ് എന്നാണ് പറയുന്നത്. 28 നക്ഷത്രങ്ങൾ. അതിൻ്റെ വാലിൻ്റെ സ്ഥാനത്ത് ബ്രഹ്മാവ്, പ്രജാപതി, ഇന്ദ്രൻ മുതലായിട്ടുള്ളത്. വാല് ആരംഭിക്കണ സ്ഥലത്ത് ദാതാവ്, വിധാതാവ്. വാലിന് തന്നെ 3 ഭാഗമുണ്ട്. എത്ര വിശകലനം നോക്കൂ. തുടങ്ങണ ഭാഗം, നടുഭാഗം, അറ്റം, വാലിൻ്റെ കൂർത്തറ്റം. അപ്പം അവിടെ ആ മൂലദേശത്താണ് ദാതാവ്, വിധാതാവ്, കൂർത്തറ്റം എന്നർത്ഥം. പിന്നെ ബ്രഹ്മാവ്, അഗ്നി, പ്രജാപതി, ഇന്ദ്രൻ മുതലായിട്ടതൊക്കെ ഈ മുതല എന്ന് പറയപ്പെടുന്ന വ്യൂഹത്തിൻ്റെ അവയവങ്ങളെ വർണ്ണിക്കുകയാണ്. കുറേ ഉണ്ട് കേട്ടോ, മുഴുവൻ വർണ്ണിക്കുന്നില്ല. വലത്ത് ഭാഗത്ത് ഉത്തരായണം, ഇടത്ത് ഭാഗത്ത് ദക്ഷിണായനം, പിൻഭാഗത്ത് അജബീതി, വയറിൻ്റെ ഭാഗത്ത് ആകാശഗംഗ, അരക്കെട്ടിൻ്റെ ഭാഗത്ത് ഇടത്ത് ഭാഗത്ത് പുണർദവും വലത്ത് ഭാഗത്ത് പൂയവും, പാദത്തിൻ്റെ സ്ഥാനത്ത് ആർദ്ര, ആയില്യം മുതലായിരിക്കുന്ന നക്ഷത്രങ്ങളും ഇങ്ങനെയെന്ന് പറഞ്ഞു പോവുകയാണ്. ഈ 28 നക്ഷത്രങ്ങളും. പിന്നെ എന്തുണ്ട്? അഗസ്ത്യാദി ഋഷികൾ, അതേപോലെ സൂര്യചന്ദ്രന്മാർ. ഇതൊക്കെ വാല് ചുരുട്ടി കിടക്കണ ഒരു മുതലയുടെ ആകൃതിയിലാണ്. ശിംശുമാരചക്രം എന്നാണ് പഴയ ആൾക്കാർ അതിന് പേര് നൽകിയിരിക്കുന്നത്. നമ്മളിന്ന് സയൻസിൽ പറയണു മിൽക്കി വേ. പേരേ മാറിയിട്ടുള്ളൂ, വേറെ ഒന്നും മാറിയിട്ടില്ല. ആകൃതിയോ ഇതാ 5000 കൊല്ലം മുമ്പ് എഴുതിയ ഭാഗവതത്തിൽ പറയണു വാല് ചുരുട്ടിക്കിടക്കണ മുതലയുടെ ആകൃതിയാണ്. ഇന്ന് ദൂരദർശിനി വെച്ചിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയണു അതേ ആകൃതിയാണ്. അപ്പോൾ ഒന്ന് പറയുക, ഇത് പറയണ്ടേ? ഭാഗവതത്തിൽ ഇന്ന് കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രത്തിലുള്ള തത്വങ്ങൾ കണ്ടിരിക്കണു എന്ന് പറയാൻ എങ്ങനെയാണ് ഇത് പറയാതിരിക്കുക? നമ്മളത് ശ്രദ്ധിക്കണം. ഇത് കുറച്ച് എന്തൊക്കെയോ പഴയ ശാസ്ത്രമാണ് എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഭാഗവതം 5ാം സ്കന്ധം 23ാമത്തെ അധ്യായം. അഗസ്ത്യാദി ഋഷികൾ മുതലായിട്ടതും കഴുത്തിൽ രാഹു, കേതു മുതലായിട്ടുള്ള നവഗ്രഹങ്ങൾ അതും പറയുന്നുണ്ട് കേട്ടോ. സർവ്വശരീരത്തിലും വ്യാപിച്ചിട്ട് കേതു, രോമത്തിലാണ് നക്ഷത്രങ്ങൾ. ഇങ്ങനെ 23ാമത്തെ അധ്യായത്തിൽ 27 നക്ഷത്രങ്ങളും അഗസ്ത്യാദി ഋഷികളും സൂര്യനും ചന്ദ്രനും നവഗ്രഹങ്ങൾ അതിൽപ്പെട്ടതാണ്. കൂടാതെ 27 നക്ഷത്രങ്ങൾ. ഈ ശിംശുമാര ചക്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഒരു ഉത്തരം കൂടിയുണ്ട്. ഈ ഭാഗവതം പറയുമ്പോൾ ഈ ഭക്തി ഉണ്ടാവാൻ വേണ്ടി എന്തിനാ അപ്പം ഇതൊക്കെ പറഞ്ഞത്? മഹാമുഷ്പന്നേട്ടോ. അതിലും ഭേദം കേൾക്കാണ്ടിരിക്കുക, എന്തെങ്കിലും കാണുകയാണെന്നൊക്കെ തോന്നും. കേൾക്കുക വേറെ ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നണ്ട. ഇത് ഉപാസനയാണ്. ഇതാ ശ്ലോകത്തിൽ അവസാനിപ്പിക്കുകയാണ്, പേടിക്കണ്ട. ഗ്രഹക്ഷതാരാമയമാതിദേവികം പാപാപകം മന്ത്രകൃതാം ത്രികാലം നമസ്യ തസ്മരതോ വാ ത്രികാലം നശ്യേത തൽക്കാലജമാശു പാപം. പരീക്ഷിത്തെ എന്തിനാ അപ്പം ഇതൊക്കെ വിവരിച്ചത്? മനസ്സിലായോ? മനസ്സിലാക്കിക്കോളൂ. ഇത് ഭഗവാന്റെ സ്ഥൂലമായിട്ടുള്ള ശരീരമാണ്. ഏതൊരാൾ 3 നേരവും 3 നേരം ഇല്ലെങ്കിൽ 1 നേരമെങ്കിലും ഇടയ്ക്കെങ്കിലും വേണ്ടേ? ഈ ഭഗവാന്റെ ശരീരത്തെക്കുറിച്ച്, നവഗ്രഹങ്ങളെക്കുറിച്ച്, സൂര്യചന്ദ്രാദികളെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച് ആർ സ്മരിക്കുന്നുവോ അവർക്ക് കാലജമാശു നശ്യേത തൽക്കാലജമാശു പാപം നശിക്കും. ഭഗവാന്റെ സ്ഥൂല ശരീരമാണ്, പുറത്തേക്കുള്ള ശരീരമാണ് ഈ 14 ലോകങ്ങൾ. അതുകൊണ്ടാണ് രാത്രി നമ്മൾ സന്ധ്യയ്ക്ക് കുട്ടികളെ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നൊക്കെ ചെല്ലിക്കണത്. ആ ഇൻഫർമേഷൻ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അതൊരു ഉപാസന കൂടിയാണ് എന്നിതാ ഇവിടെ പറഞ്ഞിരിക്കണു. നശ്യേത തൽക്കാലജമാശു പാപം. പണ്ടുള്ളവരപ്പോൾ എത്ര ചിന്തിച്ചിരിക്കണു ആലോചിച്ച് നോക്കൂ. കുട്ടികളെ നാമം ചെല്ലാതെ ചോറ് കിട്ടില്ല. അവർക്കപ്പോൾ ഈശ്വരോപാസന അത് കൂടെ നടക്കും, പൊതുവായിട്ടുള്ള വിജ്ഞാനം അത് കൂടെ ഉണ്ടാവില്ല. എത്ര നല്ല ഐഡിയ എന്ന് ആലോചിച്ച് നോക്കൂ. മേടം, മിടവം, അശ്വതി, ഭരണി മുതലായിട്ടതൊക്കെ സന്ധ്യാസമയത്ത് നിർബന്ധമാണ് പണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് ചോറ് കിട്ടില്ല എന്നല്ല, പെടയും കിട്ടും ഇല്ലേ? സന്ധ്യയ്ക്ക് ഓരോന്ന് ചെയ്യണം, പോയിരുന്ന് നാമം ചെല്ലെന്ന് പറയും. നാമം ചെല്ലൽ നമ്മൾ ഈ ശിവനെയും വിഷ്ണുവിനെയും മാത്രമല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് തൽക്കാലജമാശു പാപം.
23-ാമത്തെ അധ്യായം ഉപസംഹരിക്കുന്നത് ഇതുകൊണ്ട് പാപം നശിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. ഇനി അതിൻ്റെ നേരത്തെ മൂലദേശവും നരകവർണ്ണനയും കൂടിയിട്ടാണ് ഈ സ്ഥൂല ശരീര വർണ്ണന അവസാനിപ്പിക്കുന്നത്. അത് നമുക്ക് വേറൊരു ഭാഗത്തിൽ ആവാം. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.